ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. എളുപ്പത്തിന് നമ്മുടെ പത്തിരി ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ബാച്ചിലേഴ്സിനും കൂടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2-3 ഗ്രാമ്പൂ ഇടാം. ഒരു ചെറിയ കഷ്ണം പട്ട ഇടാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഹോളായിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി അല്ലിയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എരിവിന് ഒരു 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നങ്ങ് വഴണ്ട് വരുന്ന സമയത്ത് ഒരു വലിയ സവാള ഒന്നിട്ട് കൊടുക്കാം. ഒരുപാട് സവാള ആവശ്യമില്ല. ഇനി നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ, അതാണ് ടേസ്റ്റ് കുറച്ചും കൂടി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ സവാള ഒന്ന് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. ഇനി നമ്മൾക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് മസാലയൊന്നും ഉണ്ടാവില്ല. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. ഇനി അത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് വെച്ചിട്ടുള്ള ബീഫാണ്. അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം അതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു കറി പോലെ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണില്ല. പിന്നെ ഈ ബീഫിന് കുറച്ച് വേവുള്ള ബീഫാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് അതനുസരിച്ച് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഒഴിക്കരുത്, ഒരു 1/2 കപ്പിലെ താഴെ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ആദ്യത്തെ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതാ ഇപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രുചിയാണ്. ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂടി നല്ലോണം ഒന്ന് വരണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ നമുക്ക് പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാച്ചിലേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് കറിയാണ്. അപ്പോൾ ഇതുപോലെയല്ല, കുറച്ചുകൂടി ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.